സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശം ഇരട്ടിയാക്കാൻ ദേശീയ നേതാക്കളുടെ വൻപട എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രിയും രാഹുൽ ഗാന്ധി നാളെയും സംസ്ഥാനത്തെത്തും. ദേശീയ നേതാക്കൾ കൂടി കളത്തിലിറങ്ങുന്നതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പ്രചാരണം പൊടിപാറുമെന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ സാഹചര്യം ആർക്ക് അനുകൂലമാണ്? എങ്ങനെയാണ് ഇപ്പോൾ വോട്ടർമാരുടെ ഒരു ഹൃദയമിടിപ്പ് ഏത് മുന്നണിയിലേക്കാണ് എത്തി നിൽക്കുന്നത്? അത് കൃത്യമായി ഒപ്പിയെടുക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലമീൻ, തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ, വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ, ഒപ്പം കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ. നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഗുഡ് ഈവനിംഗ് അലമീൻ. നരേന്ദ്രമോദി എത്തുകയാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി ഇറങ്ങുമ്പോൾ അതേസമയം തന്നെ കോഴിക്കോട്ട് രാഹുൽ ഗാന്ധിയുണ്ട്. പക്ഷേ നരേന്ദ്രമോദി തന്നെ വരുന്നതിന്റെ, അതും ആവർത്തിച്ചുള്ള ഈ വരവിന് പിന്നിൽ സൗത്ത് എന്ന് പറയുമ്പോൾ അതിൽ കേരളം കൃത്യമായ ഒരു ലക്ഷ്യമായി മാറുകയാണോ? അല്ലമീൻ, ലാസ്റ്റ് മിനിറ്റ് പൾസ് എങ്ങനെയാണ്? അക്കാര്യത്തിൽ സംശയമില്ല. വലിയ പ്രതീക്ഷയും കണക്കുകൂട്ടലും തെക്കേ ഇന്ത്യയിൽ BJP പുലർത്തുന്നുണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. രണ്ടിടത്തും BJP ഫീൽഡ് ചെയ്തിരിക്കുന്നത് രണ്ട് കേന്ദ്ര മന്ത്രിമാരെയാണ്. ഇവർക്ക് വേണ്ടി ഇതിനോടകം തന്നെ പല കേന്ദ്ര മന്ത്രിമാരും മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് വന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനൊടുവിലാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വോട്ട് ചോദിക്കുന്നതിനായി തിരുവനന്തപുരത്ത് എത്തുന്നൊരു സാഹചര്യം. അത് തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാടും തെലങ്കാനയും കർണാടകയും ഒക്കെ ലക്ഷ്യം വെച്ചുള്ളൊരു യാത്ര തന്നെയാണ് മോദിയുടെ തുടർച്ചയായുള്ള കേരള വരവിൻ്റെ പിന്നിലെ മറ്റൊരു ലക്ഷ്യമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം ഇത്തവണ എന്തു വില കൊടുത്തും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ള BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പദ്ധതി കൂടിയുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ സംസ്ഥാന നേതൃത്വമാണ് അതിന് പൂർണ്ണമായും ചുക്കാൻ പിടിച്ചിരുന്നതെങ്കിൽ, പ്രചരണത്തിൻ്റെ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നതെങ്കിൽ, ഇത്തവണ അത് BJP കേന്ദ്ര നേതൃത്വം നേരിട്ട് അക്കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വേളയിലെ ഈ കേരള സന്ദർശനത്തെ നോക്കിക്കാണാൻ. നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, ഒപ്പം തൃശ്ശൂരും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ ഇത് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആറ്റിങ്ങലും തിരുവനന്തപുരത്തും രണ്ട് കേന്ദ്രമന്ത്രിമാരായതുകൊണ്ട് തന്നെ BJPയുടെ കേന്ദ്ര നേതാക്കളും കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ തുടർച്ചയായിട്ട് വരികയാണ്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ അവർ വന്നു പോകുമ്പോൾ അത് UDFനും അതുപോലെ തന്നെ LDFനും വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ കയ്യും കെട്ടി നോക്കിയിരിക്കാനോ ആകില്ല. അതുകൊണ്ട് മോദിയെ പോലുള്ളവർ വരുമ്പോൾ അതിന് പകരക്കാരെ രംഗത്തിറക്കാൻ തന്നെയാണ് UDFും ആലോചിക്കുന്നത്. 22-ാം തീയതി രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നതിന് രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. 16-ാം തീയതി DK ശിവകുമാർ, കോൺഗ്രസിൻ്റെ മറ്റൊരു പവർ പുള്ളർ നേതാവായിട്ടുള്ള, ക്രൗഡ് പുള്ളിംഗ് നേതാവായിട്ടുള്ള DK ശിവകുമാറിനെ രംഗത്തിറക്കുന്നു. അങ്ങനെ BJP വെച്ച എന്തൊക്കെ കളികൾ കളിക്കുന്നു അതിനെല്ലാം ചെക്ക് വെച്ചുകൊണ്ടുള്ള മറുതന്ത്രങ്ങൾ മറുചേരികളിലും സജീവമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇടതു മുന്നണിക്ക് വേണ്ടി D രാജ ഉൾപ്പെടെയുള്ള നേതാക്കൾ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ CPM-നെ സംബന്ധിച്ച്, ഇടതു മുന്നണിയെ സംബന്ധിച്ച് കേന്ദ്ര നേതാക്കൾ വന്നാലും അവരുടെയൊക്കെ തുറുപ്പുചൂട്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡല പര്യടനം തുടങ്ങിയത് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഏതായിരുന്നാലും ഇത്തരത്തിൽ കേന്ദ്ര നേതാക്കളൊക്കെ വരികയാണ്. ഇതുവരെ സംസ്ഥാന നേതൃത്വം രംഗത്തിറങ്ങി ഉഴുതുമറിച്ച തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് വിത്തും അതുപോലെ തന്നെ വെള്ളവുമൊക്കെ പാകുന്നതിനായി ദേശീയ നേതാക്കൾ കൂടി വരുന്നത്. പലവിധ വിഷയങ്ങൾ ഇതിനോടകം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവ ചർച്ചയായി മാറിമറിഞ്ഞു പോയിട്ടുണ്ട്. ഈ ദേശീയ നേതാക്കൾ കൂടി ലാൻഡ് ചെയ്യുന്നതോടെ അതിനൊരു ദേശീയ തലത്തിലുള്ള ഒരു പ്രചരണ ആയുധങ്ങൾ, നാഷണൽ പെർസ്പെക്റ്റീവിലേക്കുള്ള കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പുതിയ പ്രചരണ വിഷയങ്ങൾ അവിടെ വരുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഇങ്ങനെ നേതാക്കൾ വരിവരിയായി വന്ന് ഇറങ്ങി പോകുമ്പോഴും മുന്നണികളൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും, വലിയ അവകാശവാദങ്ങൾ അവർ തുടർച്ചയായി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും അവകാശവാദങ്ങൾ ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കുകളിൽ നല്ല ആശങ്ക എല്ലാ മുന്നണികൾക്കുമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവസാന മണിക്കൂറിലെ അടിയൊഴുക്ക് അത് ആരുടെ ചുവട്ടിലെ മണ്ണായിരിക്കും കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ആർക്കും പറയാനാകാത്തൊരു സാഹചര്യം, അത്തരത്തിൽ പ്രവചനാതീതമായൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പുറമെ ദേശീയ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും ഇറക്കി കളറാക്കിയുള്ള പ്രചരണം നടത്തുമ്പോഴും ഇത്തവണ താഴെത്തട്ടിലും പ്രചരണം സജീവമാണ്. താഴെത്തട്ടിൽ വളരെ ജാഗരൂകരായി തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പിക്കേണ്ട വോട്ടുകൾ, ചാഞ്ചാടാൻ സാധ്യതയുള്ള വോട്ടുകൾ, കഴിഞ്ഞ തവണ തങ്ങൾക്ക് ലഭിക്കാതെ പോയ പ്രദേശങ്ങൾ, വോട്ട് ബാങ്കുകൾ, അതിനെയൊക്കെ ഒപ്പം നിർത്തുന്നതിന് അടവ് 18 പയറ്റി മുന്നോട്ട് പോവുക തന്നെയാണ് മുന്നണികൾ. അപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കൂടുതൽ നേതാക്കൾ കൂടി വരുന്നതോടെ പ്രചരണം കൂടുതൽ മൂർധന്യ അവസ്ഥയിലേക്ക് പോകും. തൃശ്ശൂരാണ്. തിരുവനന്തപുരം കഴിഞ്ഞു കഴിഞ്ഞാൽ BJP ഏറ്റവും
കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമായ തൃശൂർ, ഒപ്പം ആലത്തൂർ, രണ്ടിടങ്ങളിലും ഗംഭീര പരിപാടികളാണ് ഇപ്പോൾ പദ്ധതിയിടുന്നതെന്നാണ് കേൾക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുന്നത് അത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. കരുവന്നൂരിനെ കുറിച്ചാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയോട് സംസാരിച്ചത് എന്നുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ കുന്നംകുളത്തെ വരവ് അതൊരു ഒന്നൊന്നര വരവാക്കാനായിട്ടുള്ള ക്രമീകരണങ്ങളാണോ നടക്കുന്നത്? തീർച്ചയായും സുജയ, തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി ഇപ്പോൾ എത്തുന്നത് മൂന്നാമത് തവണയാണ്. ഇപ്പോൾ വരുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ വന്നിറങ്ങി നേരെ ആലത്തൂർ മണ്ഡലത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് പരിപാടി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും കൗതുകരമായ കാര്യം. ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്. അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നതാണ്. അദ്ദേഹം അവിടെ നിന്ന് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തേക്കാണ് കാർ മാർഗം പോവുക. രാവിലെ ഏകദേശം 10 മണിയോടുകൂടിയാണ് അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെത്തുന്നത്. അതിനുശേഷം ഏകദേശം 10:55 കുന്നംകുളത്തെ പൊതുവേദിയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. തൃശ്ശൂർ, അതുപോലെ തന്നെ ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും അവിടുത്തെ പ്രവർത്തകരെയുമാണ് പ്രധാനമായും ഈ പൊതുസമ്മേളനത്തിനായി BJP എത്തിക്കുന്നത്. ഈ കുന്നംകുളത്തേക്ക് വരുന്നത് വളരെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ അദ്ദേഹം നേരിട്ട് വിളിച്ച് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായും വിളിച്ച ഏക സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ സരസു. അവരെ വിളിച്ചുകൊണ്ട് രാഷ്ട്രീയം സംസാരിച്ചു, തെരഞ്ഞെടുപ്പിന് ആശംസകൾ നേർന്നു. അതിനിടയിലാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സജീവമായി ഇടപെടലുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പൊതുപരിപാടി വയ്ക്കാതെ തൊട്ടടുത്തുള്ള കുന്നംകുളം മണ്ഡലത്തിൽ പൊതുപരിപാടി വെക്കുന്നത്. അതായത് കുന്നംകുളം ഈ ആലത്തൂരും തൃശ്ശൂരും ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ആ സ്ഥാനാർത്ഥിക്ക് വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടുതൽ പരിഗണന അദ്ദേഹം നൽകുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുന്നംകുളം തിരഞ്ഞെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം വരുന്നത് കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ വരുന്ന മൂന്നാമത് തവണയാണ്. അത്രയേറെ പ്രാധാന്യം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് BJP നൽകുന്നു എന്ന് തന്നെയാണ്. ഇത്തവണയില്ലെങ്കിൽ പിന്നീടുണ്ടാവുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കുമെന്ന തിരിച്ചറിവ് തന്നെയാണ് ഇത്തവണ BJPയെ അരയും തലയും മുറുക്കി തൃശ്ശൂർ പിടിക്കാനായിട്ടുള്ള അവസാനഘട്ട ശ്രമങ്ങൾക്കും പ്രധാനമന്ത്രിയും അതുപോലെ ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഭാഗങ്ങളിൽ വീഴ്ചകളുണ്ടായിട്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് BJP തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോകുന്നത്. അതിൻ്റെ ഈ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അടിത്തട്ടിലുള്ള വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികൾ 3 മികച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകും. അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വരും എന്ന ഒരു അവസ്ഥയിലേക്കാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി ഇന്ന് രാത്രി വരുന്നു. അതിനുശേഷം കുന്നംകുളത്തേക്ക് പോകുന്നു. കരുവന്നൂരിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് എന്ത് പറയാൻ പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും അന്വേഷണം ഏകദേശം മുറുകി നിൽക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ, 12 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ദീപക് മോഹനിലേക്ക് പോകാം. ദീപക് മോഹൻ, പ്രധാനമന്ത്രി വരുന്നു. തൊട്ടടുത്ത മണിക്കൂറിൽ രാഹുൽ ഗാന്ധിയും കേരളത്തിലേക്ക് വരികയാണ്. സ്വന്തം മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ, അതായത് വോട്ടെടുപ്പ് തീരുന്നതുവരെ രാഹുൽ ഗാന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കോഴിക്കോട്ടേക്ക് എത്തി വയനാട്ടിലേക്ക് വരുന്നതിനിടയിൽ എങ്ങനെയാണ് ആ പ്രോഗ്രാം ഷെഡ്യൂളൊക്കെ? ദീപക്. സുജയ പാർവതി, പ്രധാനമായും 2 ദിവസങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്റെ പ്രചരണത്തിനായി എത്തുക. UDF സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി ഇപ്പോൾ 2ാം തവണയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതിനു ശേഷം ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുക. നാളെ രാവിലെയോടുകൂടിയാണ് കണ്ണൂരിൽ അദ്ദേഹം വിമാനത്തിലെത്തും. അതിനുശേഷം സുൽത്താൻ ബത്തേരിയിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കമിടുക. രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കുന്ന റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ റോഡ് ഷോയ്ക്ക് ശേഷം 11 മണിയോടുകൂടി പുൽപ്പള്ളിയിൽ കർഷക റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും. നമുക്കറിയാം, കഴിഞ്ഞ ഈയിടെ കാലത്തെല്ലാം തന്നെ വന്യജീവി സംഘർഷത്തിൽ വലിയ സമരങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ് പുൽപ്പള്ളി. അതുകൊണ്ട് തന്നെ പുൽപ്പള്ളിയിൽ ഇത്തരത്തിലൊരു കർഷക റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുമ്പോൾ കൂടുതൽ ഈ വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. 11 മണിയോടുകൂടി പുൽപ്പള്ളിയിലെ കർഷക റാലിയിൽ പങ്കെടുത്തതിന് ശേഷം മാനന്തവാടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മാനന്തവാടിയിലും അതിനുശേഷം വെള്ളമുണ്ടയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുക്കും.
പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും മണ്ഡലത്തിലെ ജനങ്ങളുമായി വാഹനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി സംവദിക്കും, അതിനോടൊപ്പം വോട്ടഭ്യർത്ഥിക്കും എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. നാളെ വൈകിട്ടോടുകൂടി വരും ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ അതോടൊപ്പം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ വയനാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രചരണത്തിനായി എത്തും. രാഹുൽ ഗാന്ധിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ആദ്യം എത്തുക ഈ 19-ാം തീയതി കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. അതോടൊപ്പം 22-ാം തീയതി വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയും എത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ മറ്റ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ തുടങ്ങി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ മുഖ്യമന്ത്രിമാരുൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിനായി മണ്ഡലത്തിലേക്ക് എത്തും. ഏതായാലും രണ്ടാം ഘട്ട പ്രചരണത്തിനോട് ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണം പൊട്ടിപ്പാറിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി എത്തിയ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയോടുകൂടി കേരളത്തിൽ ആകമാനം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു മാസ് പ്രഖ്യാപനം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ വയനാട്ടിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതിനെല്ലാം ഒരു മറുപടിയായി തന്നെ നാളെ റോഡ് ഷോ നടക്കുമ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വയനാട് ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. മറ്റന്നാൾ രാവിലെ, അതായത് നാളെ വൈകിട്ട് വയനാട് മാനന്തവാടി വെള്ളമുണ്ടയിലെ റോഡ് ഷോയോടുകൂടി വൈകിട്ടോടുകൂടി രാഹുൽ ഗാന്ധി കോഴിക്കോട് ബീച്ചിലെത്തും. കോഴിക്കോട് ബീച്ചിലെ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. നാളെ കഴിഞ്ഞ്, അതായത് ചൊവ്വാഴ്ച, രാഹുൽ ഗാന്ധിയുടെ പ്രധാന പ്രചരണ പരിപാടികൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലും അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുക്കും. ഇവിടെയും രാഹുൽ ഗാന്ധി ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കോൺഗ്രസ് കൂടുതൽ സജീവമാക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇത്തവണ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള റോഡ് ഷോ എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ കരുതുന്നത്. സുജയ. ഓക്കെ ദീപക് മോഹൻ, പ്രചാരണം കൂടുതൽ കളറാക്കാൻ രാഹുൽ ഗാന്ധി തന്നെ എത്തുകയാണ്. നമുക്ക് കൊച്ചിയിലേക്ക് വരാം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇന്ന് രാത്രി 8 മണിയോടുകൂടിയല്ലേ നരേന്ദ്രമോദി നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുക? എങ്ങനെയാണ് യാത്രാ ക്രമീകരണങ്ങൾ നഗരത്തിലടക്കം? കൊച്ചിക്കാരൊക്കെ ഇന്നിപ്പോൾ വിഷുദിനമാണല്ലോ, അതുകൊണ്ട് തന്നെ വൈകിട്ട് ഏതെങ്കിലും ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന, പ്രത്യേകിച്ചും നല്ല സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതൊക്കെ കാണാൻ പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഗതാഗത ക്രമീകരണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അറിയിപ്പുകൾ, അർജുൻ? സുജയ, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുക രാത്രി 8:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം എത്തും. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും അദ്ദേഹം കൊച്ചി നേവൽ ബേസിലേക്ക് എത്തുക. അവിടെ നിന്ന് കാർ മാർഗം അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക്, അതായത് നഗര ഹൃദയത്തിൽ തന്നെയുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. ഏതാണ്ട് 10 മണിക്ക് മുൻപായി തന്നെ അദ്ദേഹം ഗസ്റ്റ് ഹൗസിലെത്തും. അവിടെയാണ് അദ്ദേഹം ഇന്ന് താമസിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി 9 മണി മുതലാണ് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഗസ്റ്റ് ഹൗസ് പരിസരം, അതോടെ തന്നെ ഈ നേവൽ ബേസ് പരിസരം, ഹൈക്കോർട്ട് പരിസരത്തൊക്കെ തന്നെ ഇന്ന് രാത്രി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം രാവിലെ തന്നെ നേവൽ ബേസിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തൃശ്ശൂരിലേക്ക് പോകും. തൃശ്ശൂരിൽ നിന്ന് നേരിട്ടാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് തിരിച്ച് കൊച്ചിയിലെത്തി ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോ അടക്കം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം കൊച്ചിയിൽ മറ്റ് പ്രചാരണ പരിപാടികൾക്ക് ഇല്ല. മറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള പ്രചാരണ പരിപാടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിലെത്തുന്നത്. എന്തായാലും ഈ 12 ദിവസങ്ങൾ മാത്രം വോട്ടെടുപ്പിന് ബാക്കി നിൽക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തുകയാണ്. അതിൽ വിഷു കഴിഞ്ഞ് ഇന്ന് രാത്രി ആദ്യം എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും എത്തുന്നുണ്ട്. സ്വാഭാവികമായും വലിയൊരു പോരാട്ടം, വലിയൊരു പ്രചരണം തന്നെ തെരഞ്ഞെടുപ്പിൽ ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ.